ഐതിഹ്യമാല അധ്യായം 40. കൊച്ചുനമ്പൂരി. ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കടുത്തുരുത്തി പ്രവൃത്തിയിൽ തിരുവമ്പാടി എന്ന ദിക്കിൽ കൊച്ചുനമ്പൂരി എന്നൊരു സരസൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു വലിയ വ്യുത്പന്നലനായിരുന്നുവെങ്കിലും കവിതാവാസന സാമാന്യമുള്ള ആളായിരുന്നു. എന്നു മാത്രമല്ല നല്ല ഫലിതക്കാരനുമായിരുന്നു. ഈ ദിക്കുകളിലെ ശാസ്ത്രക്കളിയിൽ വിഡ്ഢി, വൃദ്ധ, പ്രാക്കൾ, ഓതിക്കോൻ നമ്പൂരി മുതലായ വിനോദകരമായ വേഷങ്ങൾ എല്ലാം പരിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. അതൊരു വേഷക്കാർക്ക് ചേർന്നവയായ വാക്കുകളും പാട്ടുകളും ശ്ലോകങ്ങളും എല്ലാം നല്ല ഫലിതമാങ്ങളായിട്ടാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ശാസ്ത്രക്കളിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാന വേഷങ്ങൾ വിഡ്ഢിയുടെയും പ്രാക്കളുടെയുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഏകദേശം ഇതുപോലെ തന്നെ ഫലിതക്കാരനായിട്ട് മടത്തിൽ നമ്പൂരി എന്ന ആളുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന വേഷങ്ങൾ വൃദ്ധയുടേതും ഓതിക്കോൻ നമ്പൂരിയുടെയും ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയുള്ള സംഭാഷണങ്ങളെല്ലാം ഫലിതമായും ഏറ്റവും സരസങ്ങളുമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അനന്യസാധാരണങ്ങളുമായി ഉണ്ടായിരുന്ന ഒരു വിശേഷം തൽക്കോലിചിതങ്ങളായ ഫലിതവാക്കുകൾ അപ്പോഴപ്പോൾ പുത്തനായി തോന്നി വരുമെന്നുള്ളതാകുന്നു. വിഡ്ഢിയുടെ ഞാണിന്മേൽ കളിയുടെ വന്ദന ശ്ലോകങ്ങളായി കൊച്ചുനമ്പൂരി ഉണ്ടാക്കിയിട്ടുള്ളവയിൽ ചിലത് താഴെ ചേർക്കുന്നു. കച്ചോലം കച്ചമുണ്ടും കലവറ മുരലും കോലരക്കാലവട്ടം പച്ചക്കായാണ്ടിയാട്ടം തലമുടി വലിയാനയുടെ കൊമ്പും കരിമ്പും പച്ചപ്പട്ടും വയമ്പും കുറുനിര ചിറകും കത്തിത്തേച്ചൊരു വേഷൻ പിച്ചന്മാരി പ്രകാരം പറയും അവരെ ഞാൻ മിച്ചിലും കൈതൊഴുന്നേ തീണ്ടാനാരി കറപ്പു ജീരകമരം തണ്ടിഞ്ചി പൂരടവും വെൺകൊറ്റക്കുടയും വിയർപ്പു തുണിയും വേഴാമ്പലോടാമ്പലും പഞ്ചാരപ്പൊതിയും ചിരിച്ച ചിരിയും ധ്വന്നന്തരം പമ്പരം ഇതം പേകൾ പറഞ്ഞുകൊണ്ട് വിലസും ഭ്രാന്തയായ തുഭ്യം നമ അക്ഷീണം മതിരാശതിനാളുളവാം വൃത്താന്തമീ നന്നയിക്കും ശിഷ്യക്കിങ്ങര നാഴികയ്ക്കറിയുമോ അമ്പിതപ്പാലും ദ്രുതം പക്ഷിപ്രൗഢൻ എന്നതുപോലെ ഗമനം ചെയ്യുന്ന തീവണ്ടിയും രക്ഷിച്ചീടണമാസ്തായോട് കേറിക്കളയും വിധവും അഖില ലൗഭമുണ്ണി ഘോരയാം നഗൃത തുണ്ടി നലീന്നതായുണ്ണി മാല കെട്ടുന്നൊരുണ്ണി ഹരനുടെ മകനുണ്ണി നല്ലൊരുണ്ണിച്ചയുണ്ണി എഴകൊട് നളനുണ്ണി പാതുമാം കൊത്താലുണ്ണി. വൃദ്ധയുടെ കേശാദി പാദാന്തം വർണ്ണിക്കുന്നതായ പാട്ടുകൾ താഴെ ചേർക്കുന്നു. അതായത് ശീതങ്കരന്റെ മട്ട്. ഞാനെങ്കൽ കേറിക്കളിക്കുന്ന നേരത്ത് പീഡ പോകാതിരുന്നിടാൻ ഗണേശനും വാണികൾ മൽഗുരുനാഥനും വ്യാസനും പാണുകൾ നീട്ടി അനുഗ്രഹിച്ചിടണം. ചഞ്ചലം കൂടാതെ വൃദ്ധയാം നിന്നെയും നെഞ്ചകം തന്നിൽ നിനയ്ക്കുന്നു സന്തതം അഞ്ചിതാം നിന്റെ കേശാദിപാദവും അഞ്ചാമത്തെ ചിത്തോ വിളങ്ങണെപ്പെപ്പുഴുപ്പും വെഞ്ചാമരം പോലെയുള്ള തവിമുടി കഞ്ചു വിരൽ നീളമുണ്ടതിലെപ്പോഴും പഞ്ചാര കണ്ടാൽ ഉറുമ്പരിക്കും പോലെ സഞ്ചരിച്ചിടുന്നു മൂട്ടയും പേനുമായി തറ്റിയുടുത്തിടാ ഞാറായുന്നതുപോലെ അറ്റമില്ലാതുണ്ടവയാൽ വിളങ്ങുന്ന നെത്തിത്തടത്തിൻ്റെ ജാതിമോർത്തിയിടലോ മറ്റൊരു നാരിക്കും ഈ വണ്ണമില്ലഹോ കണ്ണിണത്തന്നുടെ ജാതിങ്ങളൊക്കെയും വർണ്ണിച്ചൊല്ലുവാനിന്നു തുടങ്ങിയാൽ കുണ്ടിലാനാഥനായുള്ളൊരന്ധനും ദണ്ഡമാമെങ്കിലും അല്പമാം പറഞ്ഞിടാം. കണ്ണമ്പഴത്തിൻ്റെ തൊണ്ടു കളഞ്ഞിട്ട് വെണ്ണനൈ പോലെ രങ്ങിച്ചിരുട്ടിട്ട് കണ്ണുകൾ രണ്ടിലും വെച്ചെന്ന് തോന്നുമീ കണ്ണു കാണുന്ന ജനങ്ങൾക്ക് അശേഷവും രണ്ടര ചോദന കൊള്ളുന്ന തോൽക്കുടം രണ്ട് കമത്തിയ പോലെ കവിൾത്തടം രണ്ടും പ്രകാശിപ്പോർ ദുർഗൽ ബ്രഹ്മാവ് പണ്ടിതുപോലെ ചമച്ചതില്ലെങ്ങുമേ പാണ്ടുപിടിച്ചുള്ള ചുണ്ടും പെരിച്ചാഴി ആണ്ടി പോലുള്ളൊരു വായവന്റെ ഭംഗിയും മന്ദഹാസങ്ങളും കണ്ടാൽ തലയെ തട്ടി വന്നു പിടിച്ചാൽ ആശ്രിതം ഛർദിച്ചിടും വെനനവൽക്ക് കായ്ക്കുന്ന വെള്ളിരാ കായ്ക്കവ മാനം വരുത്തുന്ന കൊങ്കതൻ യുഗ്ധമോ പാതാളമൊക്കും വയറും നിനക്കില വേതാളവും തോറ്റുപോകുന്ന നിർണയം ശേഷം അനേകമുണ്ടിന്നു വാഴ്ത്തിയിടുവാൻ ശേഷിയില്ലാതടങ്ങുന്നു മാലോകരെ. ഇതുകൂടാതെ പാലയ വൃദ്ധേ നിന്റെ കോലം ഞാൻ കണ്ടു തൊഴുന്നേനെന്ന് പല്ലവിയുമായി ഒരു കേശാദിപാദം കൂടിയുണ്ട്. വിസ്തര ഭയത്താൽ അതിവിടെ പകർത്തുന്നില്ല. കൊച്ചുനമ്പൂരി വിട്ടികിട്ടുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥക്കിലുള്ള പല വട്ടങ്ങളെയും അനുകരിച്ചിട്ടുള്ള പല ഫലിതങ്ങളും പ്രയോഗിക്കാറുണ്ട്. അവയിൽ ചിലത് താഴെ ചേർക്കാം. ഒരു പറയൻ തുള്ളലിൽ ഭസ്മധാരണത്തെക്കുറിച്ചുള്ള കുഞ്ചൻ നമ്പ്യാരെ പറഞ്ഞിട്ടുള്ളതിന് പകരം സൂര്യദേവനുദിക്കുമ്പോൾ ജലം കൂട്ടി ധരിക്കണം
മേപ്പടിയാൻ സ്തമിക്കുമ്പോൾ മേപ്പടി കൂടാതെയും മേപ്പടി. നാളായണീ ചരിതം പറയുവാൻ തുള്ളലിൽ മുനിയും മുനിപത്നിയും കൂടി ഓരോ വേഷം ധരിച്ചിരുന്നതായി കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചിരിക്കുന്നതിന് പകരം ആശാര്യമായി മുനിശ്രേഷ്ഠൻ, ആശാർച്ചയായി മുനിപത്നി, മൂശാരിയായി മുനിശ്രേഷ്ഠൻ, മൂശാർച്ചയായി മുനിപത്നി, കൊല്ലനായ മുനിശ്രേഷ്ഠൻ, കൊല്ലത്തിയായി മുനിപത്നി, ഞാനായി മുനിശ്രേഷ്ഠൻ, അമ്മയായി മുനിപത്നി. നാരദ മഹർഷി ശ്രീകൃഷ്ണനെ കാണുവാനായി ചെന്ന സമയം 16,008 ഭാര്യമാരുടെ ഗൃഹത്തിലും ഓരോ വിധം ഭഗവാനെ കണ്ടതായി കുഞ്ചൻ നമ്പ്യാർ ഓരോ ഓട്ടൻതുള്ളിൽ പറഞ്ഞിരിക്കുന്നതിന് പകരം ചതുരൻ കൃഷ്ണമുനൊരു സുന്ദരിയും ചതുരംഗം വെക്കുന്നത് കണ്ടു, വട്ടൻ കൃഷ്ണനും ഒരു സുന്ദരിയും വട്ടംഗം വെക്കുന്നത് കണ്ടു, കോണൻ കൃഷ്ണനും ഒരു സുന്ദരിയും കോണംഗം വെക്കുന്നത് കണ്ടു. പിന്നെ ഒരു ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ സുബ്രഹ്മണ്യന്റെ 6 മുഖങ്ങളെയും ഓരോ വിധത്തിൽ വർണ്ണിച്ചിരിക്കുന്നതിന് പകരം മെച്ചമേറും കൊച്ചി ധനിലമുഖമൊഴു പിച്ചത്തിപ്പിടിയുന്ന മേലെ വ്യാളിമുഖമൊന്ന്, പത്മനാഭൻ ആറാടുന്ന ശംഖുമുഖമൊന്ന്, ഏറ്റുമാനൂർ സന്ധ്യവേല നല്ല മുഖമൊന്ന്, മധുരൻ ചിറവരിയുടെ മുതലായവ മുഖമൊന്ന്, ചാരവും കരിയും തേച്ചോരന്റെ മുഖമൊന്ന്. വേറൊരു തുള്ളൽ കഥയിൽ ശ്രീ പരമേശ്വരന്റെ ശിരസിൽ ഗംഗാദേവിയുടെ മുഖം കണ്ടിട്ട് ശ്രീ പാർവതിയുടെ ചോദ്യവും ഭഗവാന്റെ സമാധാനവും മംഗളാർത്ഥം കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചിരിക്കുന്നതിന് പകരം എന്നുടെ തലയിൽ മരന്തങ്കോടൻ തന്നുടെ മൂക്കും മുത്തിമഴക്കൊടു കണ്ടു കയർത്തുമെൻ അമ്മയൊരു നാൾ കുണ്ഠിതമോടെ ചോദ്യം ചെയ്തു, മകനെ നിന്നുടെ തലയിൽ പല പല വികൃതികൾ കാണാം, അതിലെന്തൊരു വസ്തു? ഞാനൊരു ചെയ്തൻ തലയിൽ പ്രാകട യനയമാത കിരീടമെന്തിന്? ദുഷ്ടാ കപടമുരയ്ക്കുന്നതെന്നോട് പൊട്ടിക്കണഞ്ഞിതാ കാണാക്കാകുന്നു, മൂത്തു നരച്ചൊരു നിന്നോട് കപടമാ തോർത്തുര ചെയ്തിട്ടെന്തൊരു കാര്യം? പൊട്ടിക്കിണറല്ലമ്മേ പ്രാക്കട വട്ടക്കൺ മിഴിയാണറിയണം, കോമളാകിയായ നിന്ദരെ രണ്ടാമകൾ കാൺമാൻ എന്തവകാശം? ആമകളല്ല കവിൾത്തടമാണത് മാമകജനനീ ബോധിച്ചാലും, പ്രാക്കട മുഖമ്മതിൽ മാക്കളം തവക മകരേറി വസിപ്പതിനെന്തവകരാശം? മാക്കാനല്ലത് രമ്യതയാകും മൂക്കാണെന്ന് ധരിച്ചീടയാം, ധവളമയോട് തെളിതള വിലസും കവടികൾ കാൺമാൻ എന്തവകാശം? കവടികളല്ലത് പ്രാക്കടദന്തം കവടികൾ പോലെ വിളങ്ങിയിടുന്നു, കമ്പിളി തന്നുടെ ചരടുകൾ അനവധി സംപ്രതി കാൺമാൻ എന്തവകാശം? കമ്പിളിയല്ലത് പ്രാക്കട നല്ലൊരു ചെമ്പൻ മീശകളാണെന്നറിയാം, ഇതം കപടഗിരം ഗിരിസീതിയോട് സ്വതമൊരു ഗിരിശിര നമസ്തേ. ഇപ്രകാരം കൊച്ചു നമ്പൂരിയുടെ വിധിയുടെ നേരം പൊക്കുകൾ പറഞ്ഞാൽ അവസാനമില്ലാതെ ഉണ്ട്. വിസ്തര ഭയത്താൽ അവയെല്ലാം എവിടെ ചേർക്കണമെന്ന് വിചാരിക്കുന്നില്ല. ഇനി അദ്ദേഹം പ്രാക്കളുടെ വേഷം കെട്ടുമ്പോഴുള്ള നേരം പോക്കുകൾ ചിലത് പറഞ്ഞുകൊള്ളും. മരന്തങ്കോടൻ എന്നും ഘോരൻ എന്നും കൂടെ പേരുള്ള പ്രാക്കൾ ഒരു മത്സ്യച്ചെടിയുമായി അരങ്ങത്തു വന്നാൽ മത്സ്യങ്ങളെ വർണ്ണിച്ച് ചൊല്ലുന്നതിനായി അനേകം ശ്ലോകങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളവയിൽ ചിലത് പറയാം. അമ്പോതിക്കുള്ളിൽ വാഴും ജലപരിചരിഷകൾ ഒക്കെയും തമ്പുരാനാ മൻപൻ കുമ്പളിച്ച മീനൊരു വലത ഉള്ളിലാക്കി പിടിച്ച് തുമ്പപ്പൂ നെയ്യിൽ മുപ്പിച്ച് മൂപ്പതലു അങ്ങ് നിത്യം ഭുജിച്ചാൽ 81,000 ആണ്ട് വേദന ജീവിച്ചിരിക്കും. മെച്ചിപ്പെണ്ണ് കുർച്ചിമീനത് പിടി ചുപ്പിൽ പച്ചിയായാം മെച്ചി വെച്ചു പുളിച്ച കച്ചതിൽ വെള്ളി എണ്ണാൻ തുളിച്ചതാരാൽ പച്ചപ്പാള പൊളിച്ചു വെച്ചതനകത്തേറ്റം ഭുജിച്ചിടുകയാൽ കൊച്ചുണ്ടാരും ഒരുമിച്ചൻ പോതുതടി അച്ചൈസ്ത്രം നിശ്ചയ. പലരെന്നുള്ള മത്സ്യപ്പുലർക്കാലെ പിടച്ചുടാൻ മലരിൽ ചേർത്ത് സേവിച്ചാൽ പരലോകം ഗമിച്ചിടാം. ചാള എന്നുള്ള മത്സ്യത്തെ പാളക്കീറ്റിൽ പൊത്തിച്ചുടൻ തോളത്തിടങ്ങു കെട്ടിടാൻ താളമുണ്ടായിരം ദൃഢം. സരസകവികുലോഗ്രഹസനായിരുന്ന വെൺമണി മഹൻ നമ്പൂരിപ്പാഴും ഈ കൊച്ചു നമ്പൂരിയും തമ്മിൽ വളരെ സ്നേഹമായിരുന്നു. എന്നു മാത്രമല്ല, കൊച്ചു നമ്പൂരിയുടെ കവിതാരീതി മഹൻ നമ്പൂരിപ്പാട്ടിലേക്ക് വളരെ ബോധിച്ചിട്ടുമുണ്ടായിരുന്നു. അതിനാൽ ഒരിക്കൽ നമ്പൂരിപ്പാട് മധുരാപുര ജാഥാചരിതം എന്നുള്ള ഒരു പുസ്തകം ഉണ്ടാക്കാൻ ആരംഭിക്കുകയും കുറെ ആയപ്പോൾ അദ്ദേഹത്തിന് സഹജമായിട്ടുള്ള മടി നിമിത്തം അത് മുഴുവാക്കാനാകാതെ കൊച്ചു നമ്പൂരിയുടെ പേർക്ക് എഴുതിക്കൂടി അയക്കുകയും ചെയ്തു. ആ എഴുത്തിൽ 8 ശ്ലോകങ്ങളുണ്ടായിരുന്നു. എങ്കിലും മുഴുവൻ തോന്നാത്തതിനാൽ തോന്നുന്ന 2 ശ്ലോകങ്ങളും താഴെ എഴുതി. ക്ഷീരത്തിൽ സിത ചേർത്ത പോലൊരു മതിച്ചിടുന്ന പദ്യങ്ങളിൽ ചാരുതത്വത്തോട് തീർത്തിടും കവികളിൽ കാർന്നോരാകും ഭവാൻ ഏറെ തന്നെ മനസ്സിരുത്തി മുഴുവൻ തീർക്കണമെന്നെങ്കിലും പാരിതത്തേക്കിടയായിട്ടും കവിയഭിവാൻ ചേർത്തൊരു തീർത്തിടുവാൻ കൊച്ചു നമ്പൂരിക്കായിക്കച്ചൻ ആ വെൺമണിദ്വിച്വൻ പിച്ചുകൊണ്ട് കുറഞ്ഞേൽപ്പിച്ചിടുന്നു ഇതൊക്കെയും. ആ എഴുത്തിന് മറുപടിയായി കൊച്ചു നമ്പൂരി അയച്ച ശ്ലോകങ്ങളെയും ഇവിടെ ചേർക്കുന്നു. വിപ്രാകേസര വെൺമണിധ്വജ ഭവാരൻ കയ്യിൽ വന്നെത്തുവോ ഉൾപ്പൂവിൽ ബഹുമോദം എഴുതുകയോ രാപ്പതി മിന്നമുക്കിയും സ്വൽപ്പം താമസമിന്നിയെ ഗുണീനിധി വന്നെത്തി വായിച്ചു ഞാൻ മുപ്പരിൽ മുക്കൂർത്തി ചേർത്ത നവതതി ഭാഗ്യമാ ബുധേ
പാരവാരതെങ്കിലുള്ള തിരപോൽ വാരിച്ചൊരിഞ്ഞേറ്റവും നേരം പോക്കുകളാർന്ന പദ്യനിര കൊണ്ടിരിക്കുമ്പോൾ പാരം കീർത്തി നിറച്ചിടുന്ന ധരണി ദേവാഗ്രന്യാഭവാൻ പാരതിങ്ങ് ചമച്ച ചാരദാത ശ്ലോകങ്ങളും കണ്ട് ഞാൻ വെള്ളത്തോലിനാൽ വിലസും തവ പദ്യമൂർത്തി ഉള്ളിൽ ജനിച്ച പരിദോഷമാർഷം ഇപ്പോൾ പുള്ളുരയ്ക്കവതിനോർക്കുകയാൽ മുരന്തങ്കൻ്റെ പള്ളിക്കിടക്കമൊയിട്ടൊടുക്കമതൃപ്തമാകും ഉൾദണ്ഡം തീർക്കും തവ സരസകവി തത്വങ്ങൾ വർണ്ണിച്ച് കേട്ട ലുന്തടനകനും ക്ഷണത്തിൽ പരിഭ്രമമകതലരെങ്കിലും ഒരിക്കും അന്തണ്ടം പോലെയുള്ള വരുമതി സരസൻ കുഞ്ചനും വീരനായോരന്തണ്ടിക്കും നിതാന്തം പ്രിയ വചനമരുതിക്കുന്നതല്ലോ ഏന്ദ്ര ചൊല്ലേറും മധുര പുരുഷരിചരിതം മല്ലാക്ഷി കേട്ടിടുവാനുല്ലേസനെ ചമച്ചു നല്ല സരസ ശ്ലോകങ്ങളാക്കി ഭവാൻ കല്യാണലായേ ശിഷ്ടമുള്ളതാഹമീ അഹന്ത തീർത്തിടുവാനല്ലോ പദ്യം അയച്ചത് നിന്നിൽ ചെൽപ്പെടെയെന്നനേകം ചൊല്ലിറേടുന്ന തവ പദ്യമന്മൻ്റെ ശിഷ്ടം ചൊല്ലുന്നതിന് മടിയാവാതെ തുടർന്നുവെങ്കിൽ വല്ലാതെ കണ്ടു വലയും ബഹുമിശ്രമാക്ക് മെല്ലാം ജനങ്ങൾ പരിഹാസമതും തകർക്കും കേടറ്റ തങ്കമണിമാലകൾ തൻ്റെ മധ്യേ മാടോടുകൊണ്ട് ചില മാലകൾ തീർത്തു കോർത്താൽ മൂടത്വമെന്നു പറയും ഗരുഡൻ പറന്നാൽ മാടിപ്പിറാവുമതുപോലെ പറക്കുമോ കവികുല ജനമെല്ലാം സർവദാ കൈവണങ്ങും ധവളമണിയാകും ധാത്രി ദേവോത്തമൻ്റെ ചെവിയിലത് ധരിപ്പിച്ചീടണം കുട്ടി വായിച്ചവ സകലത്തിനുമായി ബാലവിപ്രൻ. ഇപ്രകാരം വെൺമണി മഹൻ നമ്പൂരിപ്പാട്ടിലേക്ക് അയച്ചതായിട്ടും മറ്റനേകം സംഗതിവശാലും കൊച്ചു നമ്പൂരി അസംഖ്യം ശ്ലോകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല സമസ്യകൾ പൂരിപ്പിച്ചിട്ടുള്ളതിൽ സംഖ്യയില്ല. അദ്ദേഹം പൂരിപ്പിച്ചിട്ടുള്ള 4 സമസ്യകളെ പൂരണങ്ങളോടുകൂടി താഴെ ചേർക്കുന്നു. വെളുത്ത ചോറെങ്കിലും ഇഷ്ടമഹീനൻ വിളിച്ച് തന്നാൽ അതിനല്ലേ സൗഖ്യം, വിളക്ക് കാണുവാൻ ഏതൃവായ നാരി കുളിച്ച് കോപ്പിട്ടു വരുന്നതുപോലെ, ഹംസം വാഹനമായവന്റെ ലിഖിതം കഷ്ടം മഹാദുഃഖതും, സംസാര ബുദ്ധി അതിനാൽ വീണ് കരുണാലശി വലഞ്ഞാൻ നേഹം കംസൻ തന്നുട വൈരിയ മതിരിപോർ ആ മാത്രം സർവദാ സംസാരപ്പതീനെങ്കിലും വഴി വഴക്കേണിയെ വരുത്തിയിടാം. ചെറുപ്പകാലത്ത് തന്നൂരഹങ്ങൾ കറുത്തിനായൊരു ദലധർമ്മം ഇപ്പോൾ വെളുത്തതോർത്തലിനിപ്പമെല്ലാം വെളുത്ത പോലെ മെന്നിഹ തോന്നിടും. ഓണത്തിനും വിഷുവിനും തിരുവാതിരയ്ക്കും പ്രാണാധിനാഥിയെ വെടിഞ്ഞു വസിക്കയെന്നും പാണീവരൻ മമ ശിരസിൽ വരച്ചതോർത്താൽ പ്രാണൻ ത്യജിക്കാൽ ഇത് തന്നെ ഗുണം മഹാത്മൻ. മേൽപ്പറഞ്ഞ സമസ്യകൾ വെൺമണി മൻഹാ നമ്പൂരിപ്പാട്ടിലേതാണെന്നും ചിലർ പറയുന്നുണ്ട്. 3-ാം സമസ്യ നമ്പൂരിപ്പാട്ട് തന്നെ പൂരിപ്പിച്ചിട്ടുള്ളതും കേട്ടിട്ടുണ്ട്. താരതമ്യ വിവേചനത്തിനായി ആ പൂരണവും ഇവിടെ ചേർക്കുന്നു. കുളൂർത്ത ചെന്താമരതകനന്നെ ദളത്തിനെക്കും വിഴിമാർന്നവളെ കേൾത്തളത്തിൽ നിന്നിങ്ങനെ നേരം വെളുത്ത പോന്നുവെന്നിഹ തോന്നിയിടും. കൊച്ചു നമ്പൂരി ഈശ്വര സ്തോത്രങ്ങളായിട്ടും സദാചാരങ്ങളായിട്ടും അനേകം ശ്ലോകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥല ചുരുക്കത്താൽ അവയും ഇവിടെ ചേർക്കുവാൻ നിവൃത്തിയില്ല. പരൽ പേരിൻ പ്രകാരം അക്ഷര നിർണയം ചെയ്ത് അർത്ഥം മനസ്സിലാക്കേണ്ടതായ ഒരു ശ്ലോകം താഴെ ചേർക്കുന്നു. 81 ദൂരെ വിട്ടു 17 പോട് കൈക്കൊണ്ടതാ നൻപത്താവരതാപാലകനിടും 33 എപ്പോഴും സമ്പത്തെന്ന് ദൃഢീകരിച്ചിടുന്നുള്ളി 105 സ്മരിച്ചിടില്ലേ 85 നൂരെയാക്കും പറവൈ സഞ്ചത്തിൽ സൂയിക്കാമിടും. വെൺമണി മഹാനമ്പൂതിരിപ്പാട്ടുണ്ടാക്കിയ മധുരാപൂരിരാചാര്യതം ആരും മുഴുവനാക്കിയിട്ടില്ല. നമ്പൂരിപ്പാട്ടിന് 25 ശ്ലോകത്വം ഉണ്ടാക്കിയിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. കൊച്ചു നമ്പൂരിക്ക് അയച്ചതായ ഒരു പദ്യം കണ്ടത് സ്പഷ്ടമാകുന്നുണ്ട്. ആ ശ്ലോകം താഴെ ചേർക്കുന്നു. പഞ്ചാരപ്പൊടിയോട് പാരമിടിയും ത്വൽ പദ്യമിപ്പോൾ ഭവാൻ 5 കൊടുത്തയച്ചത് 25 സഖി സാധനം എഞ്ചാരത്തിക വന്നതേരുമാതുന വാങ്ങിച്ചു വായിച്ച് ഞാൻ നെഞ്ചത്തകത്തളിവായി മന്ദമിഴുന്നഞ്ചിറ്റും ചാടിടേനൻ. മേൽ പറഞ്ഞ സംഗതി കൊണ്ട് കൊച്ചു നമ്പൂരിയുടെ കവിതാരീതി വെൺമണി മഹോ നമ്പൂതിരിപ്പാട്ടിലേക്ക് ഏറ്റവും ബോധിച്ചതായിരുന്നു. ഇപ്രകാരം സരസകവിയായ അദ്ദേഹം കൊല്ലം 1050-ാം ആണ്ട് മീനമാസത്തിൽ ചരമഗതിയെ പ്രാപിച്ചു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 40 പൂർണ്ണമാകും. ഇനി 41 ചെമ്പകശ്ശേരി രാജാവും മേപ്പത്തൂർ ഭട്ടതിരി തുടരും.